ഇങ്ങനെ ആന പോവാ. ചേച്ചി മാത്രം ഉണ്ടാകത്തുള്ളൂ? നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു? എന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തുമ്പക്കൈ കണ്ട് മാന്തിയെ പോലും. ഓഹോ. എന്റെ മോന്റെ മുടി പറിച്ചോ? ആനനെ കണ്ടപ്പോ വന്ന് വിളിച്ചറിയിച്ചായിരിക്കും. അന്നാണ് ഞങ്ങൾ കണ്ടേ ആനനെ. അപ്പഴാണ് നിങ്ങൾ അറിഞ്ഞേ? ആന എവിടെ നിൽക്കുമായിരുന്നു? ആന അങ്ങ് അപ്പുറം നിൽക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ ചവിട്ടിട്ട് ഇത് മൊത്തം ബക്കറ്റൊക്കെ പൊട്ടിച്ചു. പൊട്ടിച്ചിട്ടുണ്ടല്ലേ? അതിലെ കയറുന്നേ സാർമാര് കാണൂല. സാർമാര് നേരെ വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് പറയും, ആനേന്റെ ഒച്ച കേൾക്കുമ്പോ ആരെങ്കിലും പറഞ്ഞെങ്കിൽ പറയും ഇപ്പം വരാം, പടക്കെടുത്തോണ്ട് വരട്ടെന്ന്. അത്രേ ഉള്ളൂ. പിന്നെ കാണൂല. ആ ബസ് പകുതിക്ക് എത്തിയിരുന്നു. അന്നേരത്തിനും ആന ഓടി. അന്നേരം ഞാനിവിടെ മുറ്റടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുറകോട്ട് നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് നോക്കിയിരുന്നേ. ഇവർ വൈരം കൊടുത്തേനെ ആന അതിലെ കയറുന്നെന്ന് ഓർത്തിട്ട്. പട്ടിക്കുട്ടിൻ്റെ കൂടെ ആന ഓടുമ്പോൾ പട്ടിക്കുട്ടി നേരെ റോഡെ കൂടെ ഓടി. എന്നിട്ട് അങ്ങ് അവിടെ റോഡെ പോയി. ആന മതില് അവിടെ കെട്ടിട്ടുണ്ട്. അതിന്റെ പൂർത്തി നേരെ ആയിട്ടില്ല. അതിന്റെ മേലെ ആനക്ക് കടന്നു വരാം. ആനപ്പോഴും കിടക്കുന്നുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലെ ബ്ലോക്ക് 9 പൂക്കുണ്ട് പ്രദേശത്താണ്. ആനമതിലിൻ്റെ പണി ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം TRDMൻ്റെ ഭാഗത്തുനിന്ന് കാടുകൾ കളിക്കുന്നുണ്ട്. പക്ഷേ ആനകൾ നിരന്തരമായിട്ടും ഇപ്പോൾ ആളുകളുടെ പറമ്പിലൂടെയും അതുപോലെ തന്നെ ആളുകളുടെ നേരെയൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതായത് ബ്ലോക്ക് 9-ൽപ്പെട്ട ഓമന ബാബു എന്ന് പറയുന്ന ആളുടെ ഷെഡിലേക്ക് കാട്ടാന വെളുപ്പാങ്കാലത്ത് പാഞ്ഞ് ചെല്ലുകയും ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെ നേരെ ചെല്ലുകയും ആ ഷെഡ് നശിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. അപ്പോൾ അവരോട് നേരിട്ടൊന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അവരെന്താ പറയുന്നതെന്നൊന്ന് നേരിട്ട് കേൾക്കാം കേട്ടോ. നമ്മളിപ്പം ബ്ലോക്ക് 9 പൂക്കുണ്ട് പ്രദേശത്താണുള്ളത്. ഈ കാണുന്ന ഏരിയയിലാണ് ഇന്നലെ ഈ ഒരു സംഭവം നടന്നത്. ഈ ഒരു ഷെഡിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കേട്ടോ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവരോടൊന്ന് ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കാം. ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വീടും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഏതായാലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ പ്രദേശവാസിയായിട്ടുള്ളൊരു ചേച്ചിയോട് നിൽക്കാം. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ശാന്ത. കെട്ടിയുടെ പേര് ചന്ദ്രൻ. ഇന്നലെ എത്ര മണിക്കാണ് സംഭവം നടന്നേ? മിനിഞ്ഞാന്നല്ലേ? മിനിഞ്ഞാൻ രാത്രി നമ്മളിവിടെ ഇല്ലായിരുന്നു. എൻ്റെ കെട്ടിയാനെ കൊണ്ടുപോയതാ സുഖമില്ലാഞ്ഞിട്ട് വയറിന്. പിന്നെ ആന വന്നു അതിലൂടെ കയറി വന്നിട്ട് ഷെഡ് പൊളിക്കുമ്പോൾ ആന വയറ് കൊടുത്തെന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരും അറിഞ്ഞു. ഈ ഷെഡിൽ അപ്പം ആളുണ്ടോ? ആ ഉണ്ടായിരുന്നു. താമസക്കാരുണ്ട്. എൻ്റെ മോളും മോളെ പേര് അമ്മു. കണ്ണൻ എന്നല്ലേ ഞങ്ങൾ കണ്ണൻ എന്നാ വിളിക്കുന്ന മകേസാ. പിന്നെ അമ്മിണി. ഇത്രയും പേരുണ്ടായിരുന്നില്ല? 3 പേര്. പിന്നെ ഒരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിന്റെ കൂടെ ആന ഓടി. വലിയ ആനയാ? പട്ടിക്കുട്ടിന്റെ കൂടെ ആന ഓടുമ്പോ പട്ടിക്കുട്ടി നേരെ റോഡെ കൂടെ ഓടി. എന്നിട്ട് അങ്ങ് അവിടെ റോഡെ പോയി ആ വീട്ടിൽ കയറി. അന്നേരം ആന അവിടുന്ന് എവിടുന്നോ ഇറങ്ങി വന്നെന്നാ പറഞ്ഞേ ചെക്കൻ. ചെക്കൻ അങ്ങനെ പറഞ്ഞേ. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പുറത്തോട്ട് ഏത് ഏരിയയാണ്? അവിടെ വീടുകളുണ്ടോ? അവിടെയൊക്കെ വീടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ആനമതില് പണിയുന്നുണ്ടല്ലോ. ആനമതില് പണിതതിനു ശേഷം ആനമതില് അവിടെ കെട്ടിട്ടുണ്ട്. അതിന്റെ പൂർത്തി നേരെ ആയിട്ടില്ല. ഇതുപോലെ ആയിട്ടില്ല. അതിന്റെ പാകത്തിന് നടക്കുന്നുള്ളൂ. അതിന്റെ മേലെ ആനക്ക് കടന്നു വരാം. ആനപ്പോഴും കിടക്കുന്നുണ്ട്. അതന്നെ. അതായത് കാട്ടിന്ന് വരുന്ന ആന തന്നെയല്ലേ? അതന്നെ ആണല്ലേ? പിന്നെ മിഞ്ഞാന്ന് ഇറങ്ങി ഒന്ന് ഈ പിള്ളേരെ ഇവിടുന്ന് ശല്യപ്പെടുത്തിട്ട് പോയി. അതിറങ്ങിട്ടില്ല. അതിറങ്ങിട്ടില്ല. അന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോയായിരുന്നു ആശുപത്രി. ഓളെ വിളിച്ചായിരുന്നു മക്കളെ. വിളിച്ചിട്ടാ ഞാൻ പോയെ. വരി അച്ഛന് തീരെ സുഖമില്ല, നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് വരാം. അന്നേരം പെണ്ണ് പറഞ്ഞു എനിക്ക് വേറെ വേദന എടുക്കുന്നുണ്ട്, ഞാൻ വരൂല ഒന്ന്. ആന വരാനാകുമ്പോ ഓൾക്ക് അതുപോലെ തന്നെ. രാത്രിക്ക് ആശുപത്രി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടൂല. നടന്നു പോണം. രാത്രി നിങ്ങൾ നടന്നു പോകുന്നു? നടന്നു പോയി. എവിടം വരെ നടന്നു പോകും നിങ്ങൾ? ഞങ്ങൾ ഓമയ വരെ. അവിടെ വരെ നടന്നു പോയി. അവിടുന്ന് അവര് ആംബുലൻസ് വിട്ടെങ്കിൽ പേരെത്തും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ കിടക്കൂല.
പിന്നെ തിരിച്ചിങ്ങോട്ട് വിടും. എല്ലാ ദിവസവും ആന ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ? പിന്നെ ഉണ്ടല്ലേ. ആന ശല്യമില്ലാണ്ട്. വീടിന് ഒത്തിരി കേടുപാടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ആ ഇതാണ് ഇവരുടെ ഷെഡ്. ഷെഡിന് നേരെ ആന വരുന്നത്. അവിടെയൊക്കെ ചക്ക കിടക്കുന്ന കാണാം കേട്ടോ. ചക്കയൊക്കെ പറിച്ചായിരുന്നു. ആണല്ലേ. ഇതാ ആന തട്ടിയിട്ടല്ലേ ഈ ഷെഡ്? ഇതിവിടെ ചവിട്ടിയ പാടുണ്ടല്ലേ. എന്താ ഇവിടെ അങ്ങനെ ചവിട്ടിയിട്ട് ഇത് മൊത്തം ബക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലേ. ഇതിലെ പോലെ വന്നേ. ഓ, അതിലിങ്ങനെ ഇറങ്ങി ചെക്കൻ പറഞ്ഞേ, മകേഷ്. അതിലിങ്ങനെ വന്നിട്ട് ഇറങ്ങി വരുമായിരുന്നു കേട്ടോ. എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തുമ്പക്കൈ കണ്ട് മാന്തിയെ പോലും. ഓഹോ, ആ സമയത്ത് ഇവര് ഭയങ്കര കാർച്ച പോലെ തള്ള. ആണല്ലേ. അമ്മിണി പട്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ. പട്ടി എനിക്ക് ആനയുടെ ഒന്നിട്ടോടി. ആന പട്ടിനെ ഓട്ടിച്ചു അങ്ങ് പോയി. പട്ടിയുടെ പുറകെ പോയി. പട്ടിക കുട്ടൻ. കൊമ്പുള്ള ആനയാണോ അതെ ആ മോഴയാണോ? കൊമ്പുള്ളതെന്നാ പറഞ്ഞു. എത്രയേ ഉള്ളതെന്ന് കൊമ്പ് പെണ്ണ് പറഞ്ഞായിരുന്നു അമ്മു. ചേച്ചീനെയൊക്കെ ഇത് പിന്നെ ആന ഓടിക്കുന്ന എന്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് പിന്നെ ആന ഓടിച്ചിട്ടുണ്ടോ? എൻ്റെ ചെക്കൻ ഓടിച്ചായിരുന്നു. ഇപ്പൊന്നല്ല, 2-3 വർഷം കണ്ടിച്ചു. എൻ്റെ അന്യത്തിന്റെ കെട്ടിയാണ് എൻ്റെ മോന്. അവിടുന്ന് ഈ അയ്യച്ചിൻ്റെ ഒക്കെ ആയി ചക്കപ്പില്ലാൻ്റെ തായായിരുന്നു. എല്ലാരും തന്നെ ഏതെങ്കിലും സമയത്ത് ആന ഓടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അനീസിന്റെ അതറിയോ? അറിയാം. പിന്നെ അനീസിനെ ആനയെ കൊന്ന്. അറിയാം. ഞാൻ അവിടെ പോയതാ. ആന ഇവിടുന്ന് കേട്ടോ, ഈ ഭാഗത്തുനിന്നാണ് ഇറങ്ങി വന്നതെന്നാണ് പറയുന്നത്. അതിലവിടെ ഇറങ്ങി എന്ന് പറഞ്ഞ ചെക്കന്. അവരുടെ ഷെഡ് ഇതാ ഈ കോലത്തിലാട്ടോ ഇപ്പോൾ കിടക്കുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് അമ്മിനി. രാത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത്? എത്ര മണിയായപ്പോഴാണ് നടന്നത് ശരിക്കും? 5 മണിയാകുമ്പോൾ. 5 മണിയാകുമ്പോൾ ആ ജോലിക്ക് ഇങ്ങോട്ട് വന്നതാ. ഈ വഴിക്കാ വന്നേ? നിങ്ങളപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ചെക്കൻ്റെ പെണ്ണും. ആണല്ലേ. ഞങ്ങൾ 3 പേര്. ചെക്കൻ്റെ പേരെന്താ? മഹേഷ്. മോളുടെ പേരോ? അമ്മു. എന്നിട്ട് ഇത് വന്നിട്ട് എന്താ ചെയ്തേ? പട്ടി എൻ്റെ ചെക്കൻ്റെ മുനി പറിച്ചു. പട്ടി എൻ്റെ മോൻ്റെ മുനി പറിച്ചു. മുടി പറിച്ചോ? ആനനെ കണ്ടപ്പോ വന്ന് വിളിച്ചറിയിച്ചായിരിക്കും. അന്നാ ഞങ്ങൾ കണ്ടേ ആനനെ. അപ്പഴാ നിങ്ങൾ അറിഞ്ഞേ? ആന എവിടെ നിൽക്കുമായിരുന്നു? ആന അങ്ങ് അപ്പുറം നിൽക്കുമായിരുന്നു, ഷെഡിന്റെ പുറകെ നിൽക്കുമായിരുന്നു. അപ്പൊ പട്ടി വന്ന് വിളിച്ച് നമ്മളെ നിങ്ങൾ അറിയുന്നല്ലേ? ഒച്ച ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു അല്ലേ? എന്നിട്ടോ ചെക്കനും മോനിക്കൂടെ അങ്ങോട്ട് പോയി. ഞാൻ ഒച്ചക്ക് മാത്രം ഇങ്ങനെ ആന പോ. ചേച്ചി മാത്രം ഉണ്ടാകത്തുള്ളൂ? നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു? ഓ, അവരെ അങ്ങോട്ട് ഓടി. അപ്പം മോനും മോളുടെ ഭാര്യയും കൂടെ അങ്ങോട്ട് ആ വീടിന്റെ അങ്ങോട്ട് ഓടിയെന്നാ പറഞ്ഞേ. ചേച്ചി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി ആനയോട് പോകാൻ പറഞ്ഞ? എന്നിട്ട് ആനപ്പോ ചക്കന്റെ ചോട്ടിൽ പോയി. ആ ചക്ക പറിക്കാനല്ലേ? ആന ചക്ക തിന്നപ്പോ നാളെ അങ്ങോട്ട് ഓടി. എപ്പോഴാ ഈ ഷെഡ് താർത്ത? എപ്പോഴാ? 5 മണിക്ക്. അല്ല, ഷെഡ് താർത്തതിന് ശേഷമാണ് അവരോടിയേ? അതാ ചോദിച്ചേ. നേരെ അങ്ങ് വന്ന് ഓടിക്കുമായിരുന്നോ? ആണോ? നിങ്ങൾ എണീറ്റപ്പോഴേ ഷെഡ് പൊളിച്ചോ? ആണോ? അങ്ങനെ ഞങ്ങൾ കണ്ടേ ആനനെ. ആന ഇങ്ങോട്ട് വന്നപ്പോഴാണ് നിങ്ങൾ എനിക്ക് ഓടിയേ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടോ എന്നിട്ട് എങ്ങനെയാ പോയ ആന? ഞങ്ങൾ പടക്കം പൊട്ടിച്ചു. സാറുമാർ ഞങ്ങൾ പടക്കം തന്നു. ഞങ്ങൾ പടക്കം തന്നു. പടക്കം തന്നിട്ടുണ്ട് ഫോറസ്റ്റുകാര്. അങ്ങനെ ആന പോയി. പടക്കം പൊട്ടിച്ച ആന ഓടിയല്ലേ? എന്റെ ചേച്ചിന്റെ വീടിന് അങ്ങ് അപ്പഴ പോയി. അങ്ങനെ പോയില്ലേ? ഇങ്ങനെ സ്ഥിരം വരാറുണ്ട് ഇപ്പൊ ആന? എല്ലാ ദിവസവും ആന വരും ആണല്ലേ? ഈ ആനമതിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കുറവൊന്നുമില്ല? ആന വരവ് കുറവൊന്നുമില്ല? കുറഞ്ഞിട്ടില്ല? ഇപ്പോഴും വരുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ എന്താ അപ്പൊ ഫോറസ്റ്റുകാരെ അറിയിച്ചോ? വിളിച്ചോ ആന വന്നെന്ന് പറഞ്ഞേ? അവര് വന്നായിരുന്നോ? സാറുമാരെല്ലാരും വന്നല്ലേ? ഷെഡൊക്കെ കാണിച്ചു കൊടുത്തല്ലേ? സാറുമാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ആണല്ലേ? എന്തെങ്കിലും നശിപ്പിച്ചോ സാധനങ്ങളൊക്കെ? ഇല്ലല്ലേ? ഇത് വീട് മാത്രം. ആണല്ലേ? ഞങ്ങളെ കഞ്ഞിക്കടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആണല്ലേ? അതൊക്കെ നശിപ്പിച്ചോ? ഇല്ലല്ലേ? ഒന്നും നശിപ്പിച്ചില്ല, ഷെഡ് മാത്രം കളഞ്ഞല്ലോ. ഷെഡ് മാത്രം. ഭാഗ്യം കൊണ്ട് രക്ഷ. ആന പോയിക്കോ അങ്ങനെ ഒച്ച ഉണ്ടാക്കിയില്ലേ? അങ്ങനെ ആന പോയേ? നിങ്ങൾ എന്താ ഈ ഷെഡിൽ താമസിക്കുന്ന? നിങ്ങൾക്ക് വീടുണ്ടോ? വീടുണ്ട്. വീട് എവിടെയായിട്ടാ? അപ്പോഴേ പോണം. എവിടെയാ? ഏത് ബ്ലോക്കിലാ?
9 തന്നെയാ? ആണോ? ഈ വീടിന്റെ അങ്ങ് അപ്പോഴാ. ആ വീടുണ്ട് അവിടെ? പറ്റൂല. ആ അവിടെ വീടുണ്ട്. അന്നേരം എന്താ അവിടെ കിടക്കാൻ? അവിടെ എന്താ? അതില് ആനയെ വഴി. അവിടെ ഭയങ്കര ആനയാ? ആനശല്യം കൂടുതലായതുകൊണ്ടാണ് പിന്നൊക്കെ ചവിട്ടി പൊളിച്ചാ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നേ? ഓഹോ അവിടെ ഭയങ്കര ശല്യം അല്ലേ? രാവിലെ വൈകുന്നേരം എന്റെ വീടിന് അതിലേ കൊണ്ട് അങ്ങോട്ട് പോക്കാത്തിരിക്കും. ഇറങ്ങി വരുള്ളൂ അല്ലേ? അവിടെ വേറെ ആൾക്കാർ താമസമുണ്ടോ? എന്താ അങ്ങനെ ഉണ്ട്. അങ്ങനെ അവനെല്ലാം പണിക്ക് പോയി. ആണല്ലേ? നിങ്ങൾ ആനശല്യം കാരണം ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നല്ലേ? അടുത്തടുത്ത് വീടുകളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ലേ? മേടിച്ചിട്ട് വിളിച്ചാലാ അറിയല്ലോ. അപ്പൊ ഇവിടെ ആനയായി അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിന് തന്നെ പറഞ്ഞ ചെക്കനോട് പെട്ടെന്ന് അപേക്ഷ വെച്ചിട്ട് പുതിയ വീടുണ്ടാക്ക ചെക്കനോട് പറഞ്ഞായിരുന്നു ഞാൻ. പ്രൊമോട്ടർമാരെ കണ്ടിട്ട് പുതിയ വീടിന് അപേക്ഷ വെച്ചിട്ട് പറഞ്ഞല്ലേ? വീട് കെട്ടി പെട്ടെന്ന് കൊടുക്കല്ലോ. അതെ. ഇതിന്റെ നഷ്ടപരിഹാരം എല്ലാം തരാന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല അവര്. ഇനിയാന്ന് എപ്പോഴാ സംഭവം നടന്നേ? രാത്രി 5 രാവിലത്തെ വെളുപ്പിന് 5 മണിക്ക്. ഷെഡിലുണ്ടായിരുന്നോ? ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു, അമ്മയും ഞാനും ഭർത്താവും. സംഭവം ഒന്ന് വിവരിക്കാവോ? ആ സംഭവം പറയാവോ? നല്ല ഉറക്കായിരുന്നു. ഞങ്ങൾ നല്ല ഉറക്കായിരുന്നു. ഞങ്ങളെ പട്ടി എണീപ്പിച്ച ഭർത്താവിനെ. ഞങ്ങള് ഭർത്താവ് എന്നെ എണീപ്പിച്ച് എന്നോട് പറഞ്ഞു അമ്മേനെ എണീപ്പിക്കാം. എനിക്ക് അമ്മേനെ എണീപ്പിക്കാനൊന്നും പറ്റിയില്ല, തലക്കറങ്ങിപ്പോയി ആനനെ കണ്ടിട്ട്. ഞാൻ ഓടി, ഭർത്താവ് ഓടിയപ്പോ ഞാനും ഓടി. അങ്ങനെ ഓടിയിട്ട് വീണു. എനിക്ക് അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടിയപ്പോ എന്നിട്ട് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു അമ്മയുണ്ട് അവിടെ. ഞങ്ങൾ വിളിച്ച അമ്മനെ. എന്നിട്ട് അമ്മ ഓടി വന്നു. പിന്നെ ആന അവിടുത്തെ ചക്ക പറിച്ചു അവരെ. അടുത്ത് വായ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആന ഞങ്ങൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞു. അവര് പറഞ്ഞു വീട് കെട്ടിത്തരാ, പിന്നെ പൈസ തരാന്ന്. പിന്നെ വന്ന് പറഞ്ഞു അടുത്തുള്ള വീട്ടിൽ താമസിക്കാൻ ഞങ്ങളോട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഷെഡിൽ താമസിക്കുന്ന? വീടില്ല നിങ്ങൾക്ക്? വീടുണ്ട്, ആ വീട്ടിൽ നിക്കാൻ പറ്റൂല. അതേത് ഭാഗത്തായിട്ടാ? ഇതെവിടെ? 9 തന്നെയാ? 9 അവിടെ ഭയങ്കര ആനപ്രശ്നം. അവിടെ ആനയുടെ ശല്യം കാരണം അങ്ങോട്ട് വന്നേ? വീടുണ്ട്, പക്ഷെ വാതില് ഇതാക്കിട്ടിരിക്കുന്നു. വാതിലില്ലാത്ത കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ചന്ദ്ര. ഇവിടെ ഭയങ്കര ആനശല്യം അല്ലേ? ആനയല്ല. ആണല്ലേ? ആന വന്നാൽ ഓട്ടിക്കൂല. ആന കയറുമ്പോ നോക്കിക്കും. ആന കയറി വരും, എന്നിട്ട് ആന വേറെ പോവും, വേറെ പടക്കം പൊട്ടിക്കും, എന്നിട്ട് മേലെ കയറി പോവും ആന. അതാ ഇത്. വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാ. ഏത് നിമിഷം ആനയുടെ മുമ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചി? ഈ അടുത്തെങ്ങാനും എങ്ങനെ ആന ഈ പ്രദേശത്ത് നിങ്ങൾ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കഴിഞ്ഞ പ്രദേശം എന്നെ കൊല്ലാൻ നോക്കിയല്ലേ, അന്ന് വണ്ടിയുടെ പുറകില് ആന ഉണ്ടായിരുന്നു. ഞാൻ മുറ്റടിക്കുമ്പോ അതെന്നായിരുന്നു? അന്ന് കഴിഞ്ഞ പ്രാവശ്യം 2-3 ദിവസമായി. ചായ വെച്ചിട്ട് ഞാൻ മുറ്റടിക്കായിരുന്നു. ഇവർക്ക് പണിക്ക് പോകണ്ടേ, അതിന് വേണ്ടി. അന്ന് ഈ ഏട്ടനും പണിയില്ലാണ്ടായി ആന കാരണം. എന്നിട്ട് വണ്ടിയുടെ പുറകില് ആന. ഇവരാരും കണ്ടില്ല, സാർമാര് നേരെ വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. 7:30 ആകുമ്പോ 7 മണിക്ക് ഒരു ബസ്. 7 മണിയാകുമ്പോ ഒരു ബസ് ഉണ്ട് ഇതില്. ആ ബസ് പോയി കഴിയുമ്പോ അതിന് മുമ്പേ ആ ബസ് പകുതിക്ക് എത്തിയിരുന്നു. അന്നേരത്തിനും ആന ഓടി. അന്നേരം ഞാനിവിടെ മുറ്റടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുറകോട്ട് നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടാ നോക്കിയിരുന്നേ. ഇവർ വൈരം കൊടുത്തേനെ. ആന അതിലെ കയറുന്നെന്ന് ഓർത്തിട്ട് ഈ റോട്ടിൽ കൂടെ കൊമ്പന് ഇത്ര നീളം ഉണ്ടായിരുന്നു കൊമ്പ്. ഓടി. അന്നേരം എൻ്റെ മോള് കാറി, അമ്മ ഓടിക്കോ ആന വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കാര്യമൊന്നുമില്ല സാർ. അതിനെന്താ ഇവിടുന്ന് ഇതുപോലെ അവിടെ വരം കെട്ടിട്ടുണ്ട്. ഒഴിവുണ്ട്. ഇത്തരം പൊക്കമുണ്ട്. ഇത്തരം പൊക്ക അതിന് ഇങ്ങനെ കടന്നു പോവാ ആനക്ക്. അങ്ങ് നിങ്ങട്ടും കയറാം, ഇങ്ങോട്ടും. അവിടെ
ഈ സൈനിയുടെ വീടിൻ്റെ അപ്പുറത്ത്. ആനമതിലിന് പൊക്കം കുറവാണോ? ആ പൊക്ക കുറവല്ല, പൊക്ക കുറവല്ല, കെട്ടിയിട്ടില്ല, ഒഴിവാക്കിയിട്ടതാ, കെട്ടിയിട്ടില്ല. 2 സ്ഥലത്ത് 2-3 സ്ഥലത്തുണ്ട്. ആന കയറുന്നുണ്ട്. അതിലേ കയറുന്നേ. ആ അതിൽ കയറുന്നേ സാറുമാർ കാണൂല. സാറുമാർ നേരെ വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് പറയും, ആനേൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ പറയും ഇപ്പം വരാം, പടക്കെടുത്തോണ്ട് വരട്ടെന്ന്. അത്രേ ഉള്ളൂ. പിന്നെ കാണൂല. പിന്നെ ആന ഇവിടെ കയറി നിരങ്ങുന്ന എന്നാ ആർക്കും അറിയില്ല. അതാ സാറുമാരെ പണി. ഏതായാലും അവർ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് അവിടെ സംഭവിച്ചത്. ആ ഷെഡും കാര്യങ്ങളൊക്കെ ആന തകർത്തിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്. അവർക്ക് വീടുള്ളതാണ്. കുറച്ചപ്പുറത്ത് ഇവിടുന്ന് ഒരു 150-200 മീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്ത് അവർക്ക് വീടുണ്ട്. അവിടെ ആന സ്ഥിരമായിട്ട് കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ആനയുടെ ഒരു ആനച്ചാല് പോലെയായി. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമായതുകൊണ്ട് ആനയുടെ ശല്യം വളരെ രൂക്ഷമായി നിൽക്കുന്നതുകൊണ്ടും അവരവിടുന്ന് ആ വീട് വിട്ട് അവരിവിടെ വന്ന് ഷെഡ് വെച്ച് താമസിക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, വീടുണ്ടായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് അവരിവിടെ ഷെഡിൽ വന്ന് താമസിച്ചത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഷെഡും ആന പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ നേരെ ആന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തലനാരിലേക്ക് തന്നെയാണ് അവർ രക്ഷപ്പെട്ടത്. പട്ടി അറിയിച്ചതുകൊണ്ടാണ് അവർ ആ ഒരു ആന വന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആറളം പ്രദേശത്തുള്ള താമസക്കാരൊക്കെ ഉള്ളത് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഏതായാലും ആനമതിലിൻ്റെ പണി പൂർത്തിയായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. കാരണം ആനമതിലിൻ്റെ പണി പുരോഗമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് പല പ്രദേശത്തും ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ പണി നടക്കാത്ത അല്ലെങ്കിൽ പണി തീരാത്ത പ്രദേശങ്ങളിലൂടെ ആന ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആന സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്തൊക്കെ ആന ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആനമതിലിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ആന ശല്യം, കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ട് തന്നെയാണ് ആറളത്ത് തുടരുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.